എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ നാട്ടിലാണ്. വീഡിയോസൊക്കെ ചെയ്തിട്ടൊരു 3 ആഴ്ചയോളമായി. നാട്ടിലേക്ക് വരുന്നതിൻ്റെ തിരക്ക് കാരണമാണ് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. ഞങ്ങൾ US-ലായിരുന്നു. അവിടുന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് വന്നതാണ്, വെക്കേഷനല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് കാരണം എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറേ റെസിപ്പികളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചു, പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും ഉള്ള സമയം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് റെസിപ്പി ഒന്നും ചെയ്യാതിരുന്നതെന്ന്. അപ്പോൾ ഇതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വ്ളോഗാണ് ചെയ്യുന്നത്. US-ലെ ഞങ്ങൾ ലാസ്റ്റ് 2-3 ദിവസം, പിന്നെ നാട്ടിലെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും. അപ്പോൾ ഇപ്പോൾ ഞാൻ കോട്ടയത്താണുള്ളത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നല്ല പുതിയ നാട്ടിലെ റെസിപ്പികളും പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ വ്ളോഗുകളായിട്ട് ഇനി നമുക്ക് കാണാം. ബൈ. നാട്ടിലോട്ട് വരുന്നതിനൊരു ഒരാഴ്ച മുന്നേ ഉള്ള ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഒരു 4-5 മാസമായി ഇത് തുടങ്ങിയിട്ട് ഷോപ്പിങ്ങൊക്കെ. പക്ഷെ എന്നാലും ലാസ്റ്റ് ആകുമ്പോൾ ഒരു തിരക്കുണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ അവസാന റൗണ്ട് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. നല്ല ലേറ്റായി, വീട്ടിലെ പാക്കിങ്ങും പിന്നെ കുറച്ച് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ 8 മണിയായി. പക്ഷെ ഇവിടെ കടകളൊക്കെ ഒരു 11 മണി വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലേറ്റായാലും കുഴപ്പമില്ല. പിന്നെ ഈ സമയത്തൊക്കെ എനിക്ക് വരുന്ന കമൻറ്റുകൾക്കൊന്നും റിപ്ലൈ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാരണം അത്ര തിരക്കാണ്, നമ്മൾ നിർത്തി പോവല്ലേ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റുകൾക്കൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ നാട്ടിലെത്തി സെറ്റിലായിട്ട് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് പറഞ്ഞൊരു കടയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ല പെർഫ്യൂമും അതുപോലെ ബോഡി ക്രീമും ഒക്കെ കിട്ടും. ഞാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പം ഇവിടുന്ന് വാങ്ങിയിട്ട് പോകും. നാട്ടിലെല്ലാവർക്കും ഇഷ്ടമാണത്. അപ്പോൾ ഇതൊരു ചെറിയ മോളിനകത്താണ് ഈ കട. ഒത്തിരി വെറൈറ്റി ഉണ്ട്. ക്യാൻഡിൽ ആയാലും അതുപോലെ ബോഡി ക്രീം ആയാലും ഒക്കെ പല പല വെറൈറ്റി കിട്ടും. എല്ലാത്തിനും ഇങ്ങനെ സെപ്പറേറ്റ് സെക്ഷനുണ്ട്. ഇത് ക്യാൻഡിൽസാണ്, കത്തിക്കുമ്പോൾ മണം വരുന്ന സെൻറ്റഡ് ക്യാൻഡിൽസാണ്. അത് ഞാൻ വാങ്ങാറില്ല, കാരണം എൻ്റെ വീട്ടിലൊന്നും അത് യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങാറില്ല. പക്ഷെ നല്ലതാണ്, കത്തിച്ച് വയ്ക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും റൂമിലൊക്കെ. പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിലും കൂടി പോയി. ഇത് എല്ലാം കിട്ടുന്ന കടയാണ്. കിച്ചൺ സാധനങ്ങൾ, പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ഡ്രസ്സുകൾ, അങ്ങനെ എല്ലാം കിട്ടും. കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ നാട്ടിലോട്ട് ഷിപ്പ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു.
വരുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ കാറ് ഞങ്ങൾ സെല്ല് ചെയ്തു. മോൻ്റെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണിന്ന്. അവൻ നല്ല ഹാപ്പി ആയിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം സ്കൂളിലൊന്നും പോകണ്ടല്ലോ, അതുകൊണ്ട് നല്ല ഹാപ്പിയാണ്. സ്കൂളിൽ നിന്ന് പോരുന്നതിൻ്റെ വിഷമമൊന്നുമില്ല. അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ വരുന്നതിൻ്റെ തലേദിവസമാണ് വെക്കേറ്റ് ചെയ്തത്. എന്നിട്ടൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് മാറി. എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കണം. അവരെങ്ങനെയാണോ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് ആദ്യം തന്നത് അതുപോലെ തന്നെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല ഫൈനാണ്. അതുകൊണ്ട് ഒരു കേടും വരാൻ പാടില്ല, എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ബാക്കി ഇരിപ്പുണ്ട്, അതെൻ്റെ ഫ്രണ്ട്സ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം മാറ്റി, സാധനങ്ങളൊക്കെ മാറ്റി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ലഗേജൊക്കെ എടുത്ത് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് നാളെയാണ് നാട്ടിലോട്ട് തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഒരു ഉച്ചയായപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് തിരിച്ചു. രാത്രിയാണ് ഫ്ലൈറ്റ്. അപ്പം വീട്ടിൽ നിന്നൊരു അരമുക്കാൽ മണിക്കൂറുണ്ട് എയർപോർട്ടിലെത്താൻ. ഞങ്ങൾ അറ്റ്ലാന്റയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അറ്റ്ലാന്റ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി, ചെക്ക് ഇൻ ഒക്കെ കഴിഞ്ഞു. ഈ ഒരു മിക്കി മൗസിൻ്റെ പെട്ടി ആര് പിടിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള അടിയാണ് ഇപ്പോൾ നടക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് അതിന്, എന്നാലും അത് അവന് കൊടുക്കില്ല, അവൾക്ക് തന്നെ ഉരുട്ടണം. അറ്റ്ലാന്റയിൽ നിന്ന് ഞങ്ങൾ ദോഹയിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ ട്രിവാൻഡ്രം. അപ്പോൾ 2 ഫ്ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ദോഹയിലെത്തി. ദോഹ എയർപോർട്ടിലാണ്. ഇനി അടുത്ത ഫ്ലൈറ്റ് ഒരു 3 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ. അത് ട്രിവാൻഡ്രത്തേക്കാണ്. അറ്റ്ലാന്റയിൽ നിന്ന് 13 മണിക്കൂറാണ് ദോഹയിലേക്ക്. അപ്പോൾ എല്ലാവരും നല്ല ക്ഷീണിച്ചു. അപ്പോൾ അടുത്ത ഫ്ലൈറ്റിനുള്ള സമയമായി. ഇനി ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ നാട്ടിലെത്തും. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തി. ട്രിവാൻഡ്രത്ത് വന്നിറങ്ങിയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ആരോഗ്യമില്ലായിരുന്നു, അത്ര ക്ഷീണിച്ചു എല്ലാവരും. ഇപ്പോൾ ഇത് എൻ്റെ വീട്ടിലാണ് ട്രിവാൻഡ്രത്ത്. അപ്പം അമ്മ രാവിലെ തന്നെ അപ്പവും കടച്ചക്ക കറിയും ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, അപ്പവും കടച്ചക്കയും. അമ്മ ഇത് ഉണ്ടാക്കുന്ന കണ്ട തട്ടിക്കൂട്ട് കറിയാണെന്ന് തോന്നും, പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പം അടിപൊളി ടേസ്റ്റാണ്.
ഇങ്ങനെയുള്ള കറികളിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് അമ്മ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചൂടാക്കി കുപ്പിയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സവോള വഴറ്റി പിന്നെ ഈ പൊടികൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ചേർത്താൽ മതി. എളുപ്പപ്പണിയാണ്, പക്ഷേ ടേസ്റ്റിൽ ഒരു കുറവും വരത്തില്ല. അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആ ഒരു റേഷ്യോയിൽ എടുത്തിട്ട് കുറച്ചധികം എടുത്ത് ചൂടാക്കി വെക്കും. അപ്പം മീൻ കറിക്കുമൊക്കെ അത് ചേർക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നതാണ്. പിന്നെ എഴുന്നേറ്റത് രാത്രിയാണ്. സമയം വ്യത്യാസമുണ്ടല്ലോ, US സമയവും നാട്ടിലെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ശരിയായി വരാൻ എന്തായാലും ഒരു 2-3 ദിവസം എടുക്കും. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കുട്ടികൾ അച്ഛൻ്റെ അടുത്ത് കളിക്കുകയാണ്. പിന്നെ രാത്രിയിലത്തേക്ക് അമ്മ കുറച്ച് അയല പൊള്ളിക്കാൻ വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്തൊട്ട് എണ്ണയൊന്നും ചേർക്കത്തില്ല, വെറുതെ മസാല പുരട്ടി വാഴയിലയിൽ വെച്ച് ഇങ്ങനെ ചുട്ടെടുക്കുക ചെയ്യുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ അടുത്തൊരു നല്ല റെസിപ്പിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.